തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം, തലകുനിക്കാത്തതാണെന്റെ യൗവനം, തലകുനിക്കാത്തതാണെന്റെ യൗവനം. VS എന്ന രണ്ടക്ഷരവും അതിലെ വ്യക്തിത്വവും ജനങ്ങളുടെ മനസ്സിൽ ഓർമ്മയായി മാറിയിരിക്കുന്നു. കേരളത്തിൻ്റെ പൊതുവിലും ഇവിടുത്തെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകിച്ചും ചരിത്രത്തിൻ്റെ ശ്രദ്ധേയമായ പരിച്ഛേദമാണ് സഖാവിൻ്റെ ജീവിതം. ഉജ്ജ്വല സമര പാരമ്പര്യത്തിൻ്റെയും അസാമാന്യ നിശ്ചയദാർഢ്യത്തിൻ്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളുടെ പ്രതീകമായിരുന്നു സഖാവ് VS. അച്യുതാനന്ദൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന അദ്ദേഹത്തിൻ്റെ നൂറ്റാണ്ടുകൾ കടന്ന ജീവിതം കേരളത്തിൻ്റെ ആധുനിക ചരിത്രവുമായി വേർപെടുത്താനാവാത്ത വിധത്തിൽ കലർന്നു നിൽക്കുന്നു. കേരള സർക്കാരിനെയും CPI-എമ്മിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പ്രതിപക്ഷത്തെയും വിവിധ ഘട്ടങ്ങളിൽ നയിച്ച VSൻ്റെ സംഭാവനകൾ സമാനതകൾ ഇല്ലാത്തവയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഈടുവയ്പ്പിൻ്റെ ഭാഗമാണ് അവ എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ അസ്തമയമായാണ് VSൻ്റെ വിയോഗത്തോടെ ഉണ്ടാകുന്നത്. പാർട്ടിക്കും വിപ്ലവ പ്രസ്ഥാനത്തിനും ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനത്തിനാകെയും കനത്ത നഷ്ടമാണ് ഇതുമൂലം ഉണ്ടായിട്ടുള്ളത്. കൂട്ടായ നേതൃത്വത്തിലൂടെ ആ നഷ്ടം പാർട്ടിക്ക് നികത്താനാവും. ദീർഘകാലം ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഒരുപാട് സ്മരണകൾ മനസ്സിലിരമ്പുന്ന ഘട്ടമാണ് ഇത്. അസാന്യമായ ഊർജവും അതിജീവന ശക്തിയും കൊണ്ട് വിപ്ലവ പ്രസ്ഥാനത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട സംഭവബഹുലമായ ജീവിതമായിരുന്നു VSൻ്റേത്. കേരളത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചരിത്രത്തിലെ സമരഭരിതമായ അധ്യായമാണ് സഖാവ് VS. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സഖാവ് പിണറായി വിജയൻ മത്സരിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും വോട്ടു നൽകി ചുറ്റിയേറുവ നക്ഷത്ര ചിഹ്നത്തിൽ വോട്ടു നൽകി അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അച്യുതാനന്ദൻ്റെ ജീവിതം തൊഴിലാളി കർഷക മുന്നേറ്റങ്ങൾ സംഘടിപ്പിച്ച് പ്രസ്ഥാനത്തിനൊപ്പം വളർന്ന സഖാവിൻ്റെ രാഷ്ട്രീയ ജീവിതം ജന്മിത്വവും ജാതീയതയും കൊടികുത്തി വാണിരുന്ന ഇരുണ്ട കാലത്തെ തിരുത്തുവാനുള്ള സമരങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞതാണ്. എളിയ തുടക്കത്തിൽ നിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ പടവുകളിലൂടെ തന്നെയാണ്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ ദേശീയ കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോന്ന 32 പേരിൽ അവശേഷിക്കുന്ന അവസാനത്തെ കണ്ണിയാണ് VSൻ്റെ വിയോഗത്തിലൂടെ അറ്റുപോയത്. ദേശീയ സ്വാതന്ത്ര്യ സമരഘട്ടങ്ങളെ വർത്തമാനകാല രാഷ്ട്രീയവുമായി ഇണക്കി നിർത്തിയ മൂല്യവത്തായ ഒരു രാഷ്ട്രീയ സാന്നിധ്യമാണ് ഇവിടെ അസ്തമിച്ചു പോയത്. കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന നിലയിലും നിയമസഭാ സാമാജികൻ എന്ന നിലയിലും പ്രതിപക്ഷ നേതാവെന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും സഖാവ് VS നൽകിയ സംഭാവനകൾ നിരവധിയാണ്. പുന്നപ്ര വയലാറുമായി പര്യായപ്പെട്ട് നിൽക്കുന്ന സഖാവ് യാതനയുടെയും സഹനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ജീവിത പശ്ചാത്തലങ്ങൾ കടന്നാണ് വളർന്നു വന്നത്. ഒരു തൊഴിലാളി എന്ന നിലയിൽ നിന്ന് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ നേതാവെന്ന നിലയിലേക്ക് VS
വളരെ വേഗം ഉയർന്നു. പാർട്ടി വി എസിനെയും വി എസ് പാർട്ടിയെയും വളർത്തി എന്ന് പറയേണ്ടി വരും. 1940 17 വയസ്സുള്ളപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ അദ്ദേഹം അതിദീർഘമായ 85 വർഷമാണ് പാർട്ടി അംഗമായി തുടർന്നത്. കുട്ടനാട്ടിലേക്ക് പോയ സഖാവ് വി എസ് കർഷക തൊഴിലാളികൾ നേരിട്ട കൂലി അടിമത്തത്തിനും ജാതി അടിമത്തത്തിനും അറുതി വരുത്താനുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. കുട്ടനാട്ടിലെ ഗ്രാമാന്തരങ്ങളിൽ നടന്നു ചെന്ന് കർഷക തൊഴിലാളികളുടെ യോഗം വിളിച്ചു ചേർക്കുകയും അവരെ സംഘടിത ശക്തിയായി വളർത്തുകയും ചെയ്തു എന്നതാണ് സത്യം. ഭൂപ്രമാണിമാരുടെയും പോലീസിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ആയിരുന്നു അന്ന് അത് അദ്ദേഹം നടത്തിയത്. തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ എന്ന സംഘടനയുടെ രൂപീകരണത്തിലും പിന്നീട് അത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൊന്നായ കേരള സംസ്ഥാന തൊഴിലാളി യൂണിയനായി വളർന്നതിലും വി എസ് വഹിച്ചത് പകരം വെക്കാനാവാത്ത പങ്കാണ്. വി എസിൻ്റെ നേതൃത്വത്തിൽ നടന്ന എണ്ണമറ്റ സമരങ്ങൾ കുട്ടനാടിൻ്റെ സാമൂഹിക ചരിത്രം തന്നെ മാറ്റിമറിച്ചു. മെച്ചപ്പെട്ട കൂലിക്കും ചാപ്പ സമ്പ്രദായത്തിനും നിർത്തലാക്കുന്നതിനും ജോലി സ്ഥിരതയ്ക്കും മിച്ചഭൂമി പിടിച്ചെടുക്കുന്നതിനും വേണ്ടി നടന്ന സമരങ്ങളുടെ മുൻനിരയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പാടത്തെ വരമ്പുകളിലൂടെ കിലോമീറ്ററുകളോളം നടന്ന് തൊഴിലാളികളുടെ കുടിലുകളിൽ കയറിയിറങ്ങി അവരിൽ ആത്മവിശ്വാസവും സംഘബോധവും നിറയ്ക്കാൻ അദ്ദേഹം നടത്തിയ പ്രയത്നങ്ങൾ അവരെ ആകെ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചു. 1948 പാർട്ടി നിരോധിക്കപ്പെട്ടതിനെ തുടർന്ന് അറസ്റ്റിലായി. 1952 പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷണൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇതിനിടയിൽ ഐക്യ കേരളത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന പ്രക്ഷോഭങ്ങളിൽ അദ്ദേഹം സജീവമായി ഇടപെട്ടു. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തുന്ന സമയത്ത് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായി 1959 പാർട്ടി ദേശീയ കൗൺസിൽ അംഗമായി മിച്ചഭൂമി സമരമടക്കം എത്രയോ സമരധീര ചരിത്രങ്ങളാണ് അദ്ദേഹം എഴുതിയത്. വിവിധ കാലഘട്ടങ്ങളിലായി 5.5 വർഷത്തിലേറെ തടവ് ജീവിതം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. 1964 മുതൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായാണ് അദ്ദേഹം നിലകൊണ്ടത്. 1985 പോളിറ്റ് ബ്യൂറോ അംഗമായി. 1980 മുതൽ 92 വരെ CPIM സംസ്ഥാന സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചു. 1996 മുതൽ 2000 വരെ LDF കൺവീനറായും അദ്ദേഹം നേതൃത്വം നൽകിക്കൊണ്ടേയിരുന്നു. 2015 വിശാഖപട്ടണത്ത് നടന്ന 21ാം പാർട്ടി കോൺഗ്രസ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പ്രായാധിക്യത്തെ തുടർന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. പിന്നീട് കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായി 2001 മുതൽ 2006 വരെ പ്രതിപക്ഷ നേതാവ്, 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രി, 2011 മുതൽ 2016 വരെ വീണ്ടും പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ അദ്ദേഹം തുടർന്നു. വഹിച്ച സ്ഥാനങ്ങളിലെല്ലാം സ്വന്തമായ മുദ്രകൾ ചാർത്തിയ നേതാവാണ് അദ്ദേഹം. കർഷക തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയും ജീവിത ദൈന്യം നേരിട്ടറിഞ്ഞ വി എസ് തൻ്റെ അനുഭവങ്ങളെ കരുത്താക്കിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി. ചൂഷിതരുടെ വിമോചനത്തിനായി നിലകൊണ്ട സഖാവ് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ആ നിശ്ചയദാർഢ്യത്തോടെ തന്നെ മുന്നോട്ട് നയിച്ചു. പാർട്ടിയിലെ പിളർപ്പിനെ തുടർന്നുണ്ടായ ഘട്ടത്തിൽ റിവിഷനിസത്തിന് എതിരെയും പിന്നീട് ഒരു ഘട്ടത്തിൽ അതിസാഹസിക തീവ്രവാദത്തിനെതിരെയും പൊരുതി പാർട്ടിയെ ശരിയായ നയത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. കേവല രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പോയി പരിസ്ഥിതി, മനുഷ്യാവകാശം, സ്ത്രീസമത്വം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം വ്യാപരിച്ചു. ആ പ്രക്രിയയിലാണ് പാർട്ടി നേതാവൻ ആയിരിക്കെ തന്നെ പൊതുസ്വീകാര്യതയിലേക്ക് വി എസ് ഉയർന്നു വന്നത്. മുഖ്യധാരാ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് സാമൂഹിക പ്രാധാന്യമുള്ള ഇതര കാര്യങ്ങളെ കൂടി കൊണ്ടുവരുന്നതിൽ വലിയ പങ്കാണ് വി എസ് വഹിച്ചത്. നിയമസഭാ സാമാജികൻ എന്ന നിലയിലും അനന്യമായ സംഭാവനകളാണ് സഖാവ് വി എസ് നൽകിയത്. 1967, 70 എന്നീ വർഷങ്ങളിൽ അമ്പലപ്പുഴയിൽ നിന്നും 1991 മാരാരിക്കുളത്തു നിന്നും നിയമസഭാ അംഗമായി. 2001 മുതൽ 2021 വരെ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലത്തിൽ നിന്നും MLA ആയി അദ്ദേഹം മത്സരിച്ചു. 2016 മുതൽ 2021 വരെ കേരള
ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു. മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ പാർട്ടിയും മുന്നണിയും ആവിഷ്കരിച്ച നയങ്ങൾ നടപ്പാക്കിക്കൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിച്ചു. പ്രതിസന്ധികളിൽ ഉരയാതെ സർക്കാരിനെ നയിച്ചു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നിരവധി ജനകീയ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നേറിയത്. നിയമനിർമ്മാണ കാര്യത്തിലും തൻ്റേതായ സംഭാവനകൾ നൽകി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തനതായ രീതിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവാണ് VS. സഖാവ് VSന്റെ നിര്യാണം പാർട്ടിയെയും നാടിനെയും സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത നഷ്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തല നരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം. തലകുനിക്കാത്തതാണെന്റെ യൗവനം. തലകുനിക്കാത്തതാണെന്റെ യൗവനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.